Hey guys, welcome to my channel Cuisine 1973. Here I will be sharing some of my favorite dishes. And കൂടെ എൻ്റെ അമ്മൂമ്മയുടേതായിട്ടുള്ള കുറച്ച് ഡിഷസും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് നാസിഗോറിങ് ആണ്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 15 തൊട്ട് 20 അല്ലി വെളുത്തുള്ളി, 6 തൊട്ട് 8 പച്ചമുളക്, 3 മീഡിയം സൈസ് സവാള, ഒരു 7-8 ചെറിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ, ഒരു 8 കോഴിമുട്ട, 750 ഗ്രാം ചിക്കൻ വിത്ത് ബോണാണ്. ഇത് കുക്ക് ചെയ്ത റൈസാണ്. ഞാനൊരു 2 കപ്പ് അരിയിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറാണ് ഇത്. എന്നിട്ട് വെളുത്തുള്ളി കുറച്ച് ചതച്ച് നമുക്ക് എടുക്കണം. പിന്നെ പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് സവാള നീളത്തിലരിഞ്ഞ് ഇത് ഉതിർത്തിട്ടിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും നീളത്തിലരിഞ്ഞ് ആവശ്യത്തിന് മെഴുക്കുവരട്ടിക്കെടുക്കും പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ചിക്കനാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ബോണുള്ള ചിക്കനാണ്. സോ അതുകൊണ്ട് അത് വേവിച്ചിട്ട് നമുക്ക് പീസസ് ആക്കി മാറ്റാം. കാരണം ഷ്രെഡഡ് പീസസ് ആയിട്ട് ചിക്കൻ അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ചിക്കൻ വേവട്ടെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വേകാനുള്ള വെള്ളം ഒഴിച്ച് ആ പാകത്തിന് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ഒരു 1.5 ടീസ്പൂണോളം 2 ടീസ്പൂണോളാണ് ഇട്ടത്. അത് നിങ്ങളുടെ ഒരു ഇതിൻ്റെ അനുസരിച്ച്, കാരണം എല്ലാത്തിലും കുറച്ച് ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പ് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു 2 ടീസ്പൂണോളം, എൻ്റെ ചെറിയ സ്പൂണാണത്, അതുകൊണ്ട് അതിലൊരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളക്, ഇതിപ്പോൾ ഞാൻ ഇത് ഫൈൻ പൗഡറായിട്ടുള്ള പെപ്പറാണ്, ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്. നിങ്ങൾക്ക് ക്രഷ്ഡ് പെപ്പർ ഇടാം, അല്ലെങ്കിൽ എങ്ങനെയായാലും കുറച്ച് കുരുമുളക് ഇട്ട് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുവാണിപ്പോൾ. ഇളക്കിയിട്ട് അത് ചൂടാകുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. അടുത്തത് ഞാൻ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 8 മുട്ട ഒന്നിച്ചടിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 2 മുട്ട വീതം സ്ക്രാമ്പിൾ ചെയ്യുക, എന്നാലേ കുറച്ചത് പീസസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കടായി വെച്ചു. നമ്മൾ അടുത്ത ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഞാനിതെല്ലാം കുറച്ചായിട്ട് കാണിക്കുന്നതാണ്, കാരണം ലെന്തി വീഡിയോ വേണ്ടാന്ന് വെച്ചുകൊണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ജസ്റ്റ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ശകലം എണ്ണ ഒഴിച്ചു, ഉരുളക്കിഴങ്ങ് മുളക് പൊടി ഇട്ടു. കാരണം ഇതിൽ ഒരുപാട് വേറെ ഒരു സ്പൈസസും വരാത്ത ഒരു ഡിഷാണ്. മെയിനായിട്ട് മുളക് പൊടി മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ മുളക് പൊടി ഉപ്പിട്ട് നോർമലി നമ്മൾ മെഴുക്കുവരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെട്ടുന്ന മാതിരി മെഴുക്കുവരട്ടി എടുക്കണം. അപ്പോൾ അതിന് ശകലം വെള്ളവും തളിച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഈ നാസിഗോറിങ് ഡിഷ് എന്ന് പറയുമ്പോൾ അവസാനം എല്ലാം ഒരു മിക്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്ത് അത് മാറ്റി. ഇനിയിപ്പോൾ അടുത്തത് ഇത് മെയിൻ കടായിൽ ഇനിയാണ് ഇത് പ്രോസസ്സ് ശരിക്കുള്ള മെത്തേഡ് തുടങ്ങാൻ പോവാണ്. ആ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഇച്ചിരി കുറച്ച് ഓയിൽ വേണം, പിന്നെ റൈസ് ഇടുമ്പോൾ അതിലൊക്കെ പിടിക്കാനായിട്ട്. എന്നിട്ട് ആദ്യം ഈ ക്രഷ്ഡ് ഗാർലിക്കാണ് ആ എണ്ണയിലോട്ട് ഇടുന്നത്. കാരണം ഗാർലിക് കുറച്ച് നേരം സോട്ട് ചെയ്ത് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ആ എണ്ണയിൽ പിടിക്കണം. അതിന് കുറച്ച് കൂടുതൽ, അതായത് തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളിയാണ് ഇതിൽ ഇടേണ്ടത്. തൊലി ഇളക്കത്തില്ല. അങ്ങനെ ചതച്ചത് കുറച്ച് നേരം സോട്ട് ചെയ്ത് ആ വെളുത്തുള്ളിയുടെ മണം നന്നായിട്ട് എണ്ണയിൽ വരുന്നണം. എന്നാലാണ് ആ റൈസിന് ഒരു ഫ്ലേവർ കിട്ടുക. അത് കുറച്ച് ക്രഷ് ചെയ്ത് അത് സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സവാള ഇടാം. സവാള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല ഉതിർത്ത് ഇളക്കി ഇടാൻ നോക്കണം, ഇല്ലെങ്കിൽ ഒരുപോലെ അത് സോട്ടഡായി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇളക്കി ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വലിയ 2 സവാളയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഞാനിപ്പോൾ മീഡിയം ആയിട്ടാണ് 3 സവാള എടുത്തത്. കാരണം ചോറ് ഇടുമ്പോൾ എല്ലാത്തിലും കൂടി മിക്സ് ആവാൻ നമുക്ക് ഇച്ചിരി ഉള്ളി വേണം. അപ്പോൾ ഇത് അങ്ങനെ ഇത് സോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത്, ഇപ്പം എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, വെളുത്തുള്ളി വഴറ്റുന്ന സമയം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോട്ടഡായിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു.
എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. തെറ്റിപ്പോയി, ഉള്ളിയാണ്. ഉള്ളി ഇട്ട് വഴറ്റുമ്പോൾ അത് ഉപ്പ് കുറച്ച് നേരം ഇടുമല്ലോ എല്ലാവരും. അങ്ങനെ ഇട്ട് നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ വഴറ്റുക. എന്നുവെച്ചാൽ കൂടുതൽ ഫ്രൈഡ് ആവരുത്, ഒരു ട്രാൻസ്ലൂസൻറ്റ്, അതായത് ഒരു പിങ്കിഷ് കളർ മാറി സോഫ്റ്റ് ആവുമല്ലോ സവാള, അതുപോലെ. കാരണം അങ്ങനെ ചോറിൻ്റെ കൂടെ ചേർന്ന് വരുള്ളൂ, തീരെ ഫ്രൈഡായി പോകരുത്. ഓക്കെ, ഫ്രൈഡായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊക്കെ മുളക് പൊടി ആഡ് ചെയ്യാം. എല്ലാത്തിലും കുറച്ച് മുളക് പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഇത് ഇച്ചിരി നല്ല സ്പൈസ് ഇല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല ചോറ്. കാരണം ചോറ് വെറുതെ വെളുത്ത ചോറ്, ഇവിടെ ഞാനിപ്പോൾ സുലേഖ അരിയാണ് വേവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജയ അരിയോ നിങ്ങൾ ഏതാ നോർമൽ റൈസ് ചോറ് വെക്കുന്ന ആ അരി മതി. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പക്ഷേ ബസ്മതി റൈസ് എടുക്കരുത് കേട്ടോ. ബസ്മതി റൈസ് ഇതിന് പറ്റിയതല്ല, അത് ബിരിയാണിക്കുള്ളതാണ്. നാസിഗോറിങ്ങിന് പ്ലെയിൻ വൈറ്റ് റൈസ് തന്നെ വേണം, ചമ്പാവരി ചോറും പറ്റില്ല. ഇതാണ് ചേരുന്നത്. അപ്പോൾ സുലേഖ റൈസ് ഞാൻ 2 നാഴി അരി ആണ്, ഞങ്ങൾ വീട്ടിൽ എത്രയാണോ നിങ്ങൾ ഇടുന്നത് അത്രയും അരി ചോറ് വേവിച്ച് തണുപ്പിച്ച് വെക്കണം. എന്നിട്ട് ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻറ്റും സെപ്പറേറ്റ് മുളക് പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ അവസാനം എല്ലാം കൂടെ ഉള്ള മിക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ചോറിൽ എരിവ് പിടിക്കണമല്ലോ, അതിന് കണക്കാക്കിയാണ് ഞാൻ ഓരോന്നിലും മുളക് പൊടി ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടു. കാരണം പച്ചമുളക് ഈ സ്റ്റേജിൽ ഇടുന്ന കാരണം വെച്ചാൽ കുറച്ച് ക്രിസ്പിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്, തീരെ വഴഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ മെഴുക്കുവരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചുന്നത് ആഡ് ചെയ്യണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിനി ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സായി ആ ഒരു മുളക് പൊടിയുടെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ അത് പോകണം. കുറച്ച് നല്ലതായിട്ട് ഫ്ലേവർ മുളക് പൊടിയുടെ പിടിക്കണം. ഇപ്പോൾ ഇനി ചിക്കൻ പീസസ് ആഡ് ചെയ്യണം. ചിക്കൻ പീസസ് ഷ്രെഡഡ് ആക്കി വെച്ചു ഞാൻ. വേവിച്ചതിന് ഇത് ബോണൊക്കെ മാറ്റി ഷ്രെഡഡ് ആക്കി എടുത്തതാണ്. അതിൽ ഇപ്പോൾ ഞാൻ മുളക് പൊടിയൊന്നും ഇടാൻ പോയിട്ടില്ല, അതിന് ജസ്റ്റ് പെപ്പറിൻ്റെ ഉപ്പിൻ്റെ ഉള്ളൂ. അത് ഇതിൽ കൂടെ അങ്ങ് ഇതാവുമ്പോൾ ആയിക്കോളും നന്നായിട്ട്. അല്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് ശകലം പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. പക്ഷേ അത് ചോറിനൂടെ ആകുമ്പോൾ അത് കുറച്ച് കൂടുതൽ ക്രിസ്പി ആയിട്ട് കിടക്കും ചിക്കൻ പീസസ്. അത് വേണ്ട, ഇതാകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കൂടെ കുഴഞ്ഞ് ചേർന്നോളും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിക്കൻ പീസസ് ആഡ് ചെയ്തത്, എനി മീറ്റ് യു ക്യാൻ ആഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ അതുപോലെ പ്രോൺസ് ആഡ് ചെയ്യാം, സ്ക്വിഡ് ആഡ് ചെയ്യാം. സീ ഫുഡ്സ് ആണെങ്കിൽ പ്രോൺസ്, സ്ക്വിഡ് അങ്ങനെ. പിന്നെ വേറെ ഫിഷ് ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യേണ്ട, അത് ഇതിനോട് സൂട്ടാവത്തില്ല. പിന്നെ ഇത് അതുപോലെ ഇപ്പോൾ പൊട്ടറ്റോ വെജിറ്റേറിയൻസിനാണെങ്കിൽ പൊട്ടറ്റോയും പനീറും ഒക്കെ മാത്രമായിട്ട് മഷ്റൂംസ് അങ്ങനെയൊക്കെ ഇടാം. പിന്നെ ലീവ്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ലീവ്സ് ഇടാം, അതായത് ലൈക്ക് സ്പിനാച്ച്. പിന്നെ വേറെ എന്താ ഇഷ്ടമുള്ള ലെറ്റ്യൂസ് ലീവ്സ് കുറച്ച് ഇടുകയോ. പക്ഷേ വെജിറ്റേറിയൻസിന് ഏതൊക്കെയാണോ അതൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യാം, കോളിഫ്ലവറൊക്കെ. ഇനിയിപ്പം നമ്മൾ കുക്ക്ഡ് റൈസ് ആഡ് ചെയ്യുന്നു. അതായത് കുക്ക്ഡ് റൈസ് തണുത്ത് വെച്ചിരിക്കണം. നേരത്തെ ചോറ് വേവിച്ച് നല്ല പോലെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ആറിച്ചെടുത്ത ചോറാണ്. തലേദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. കാരണം തണുപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ചോറ് കുഴഞ്ഞു പോവില്ല. കാരണം ഇത് ഓവർ കുക്ക്ഡ് ആവാതെ വേണം ചോറ് എടുക്കാൻ. കാരണം അരി ജസ്റ്റ് വെന്തു എന്ന് കുറച്ച് വരുത്തിയാൽ മതി, അല്ലാതെ കൂടുതൽ കുക്ക്ഡായി പോകരുത്. നമ്മളിതിൽ മിക്സ് ചെയ്യും തോറും ചോറ് കുഴഞ്ഞു പോകും. അത് കാരണം അങ്ങനെ വേണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ചോറാണെങ്കിൽ അപ്പം എടുത്ത് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, നന്നായിട്ട് മിക്സായി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സിംഗ് ആണ് ഇനി കുറച്ച് കൂടുതൽ പണിയുള്ളത്. മറ്റതൊക്കെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പ്രോൺസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇതേ മെത്തേഡിൽ വേറെ വേറെ ചെയ്യണം കേട്ടോ. പ്രോൺസ് ഫ്രൈ മുളക് പൊടി ഇട്ടൊന്നും പൊരിച്ചെടുക്കും പോലെ ഫ്രൈ ആക്കി എടുക്കുക. സ്ക്വിഡ് അതുപോലെ ചെയ്യുക. അതുപോലെ ഇപ്പോൾ മഷ്റൂം ആണെങ്കിലും ഇപ്പം എല്ലാം അങ്ങനെ ചെറുതായിട്ട് മുളക് പൊടി ഓരോന്നിലും ചേർത്ത് സോർട്ടഡ് ആക്കി സെപ്പറേറ്റ് വെക്കണം. ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് മിക്സിങ് തുടങ്ങുന്നത്. പിന്നെ ഫൈനലി മിക്സിങ് ആകുമ്പോൾ എല്ലാത്തിലെയും എരിവും ഒക്കെ കൂടെ തന്നെ ചോറിൽ അധികവും മതിയാവും. എന്നിട്ട് അവസാനം അത് പറ്റില്ല എന്ന് തോന്നുകയാണ്, ഏതായാലും വെള്ള കുക്ക്ഡ് റൈസ് ആഡ് ചെയ്യല്ലേ, കുറച്ച് എന്തായാലും കുറവായിരിക്കും. സോ അതിന് ആഡ് ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് എരിവ് വേണമെങ്കിൽ ഞാനിതിപ്പോൾ ചിക്കൻ വേവിച്ച ബ്രോത്താണ് ഞാൻ അതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും
ആഡ് ചെയ്ത് അതിൽ കലക്കി, കാരണം അങ്ങനെ ആഡ് ചെയ്താലേ ചോറിൽ പിടിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർക്കാൻ, ഇത് കുറച്ച് ഓയിലി ആയിട്ടും കൂടെ നിൽക്കേണ്ട റൈസാണ്. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ കുറച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇതിൻ്റെ കൂടെ സോയാ സോസ്, ഇതിൻ്റെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസാണ്. ചൈനീസിൻ്റെ വിഭവങ്ങളിലൊക്കെ സോയ സോസ് ഉള്ള പോലെ ഇതിലും സോയാ സോസ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഡാർക്ക് സോയ സോസാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കൂടുതൽ തന്നെ വരും, കാരണം ഏകദേശം റൈസിൻ്റെ കളർ തന്നെ സോയാ സോസിൻ്റെ ഇതുകൊണ്ട് മാറാറുണ്ട്. സോ ഇതെല്ലാം ലിക്വിഡ് ഫോം ഇതിൽ ഈ ചിക്കൻ ബ്രോത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾസ് വേവിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇളം വാം വാട്ടറിൽ വേണം മുളക് പൊടിയും ഉപ്പും സോയാ സോസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചോറിൽ ഫൈനലി ഒഴിക്കാൻ. എന്നാൽ അത് എല്ലായിടത്തും ഒരുപോലെ ചേർന്ന് കിട്ടും. അല്ലാതെ പൊടിയും ഒക്കെ മാത്രമായിട്ട് ഞങ്ങൾ ഡയറക്റ്റ് മുളക് പൊടി പിന്നെ ഇട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല ചോറിട്ട് കഴിഞ്ഞാൽ. അത് വളരെ ശ്രദ്ധിക്കണം. അത് കാരണം ഇങ്ങനെ ഇപ്പോൾ ചിക്കൻ ബ്രോത്താണോ എന്താണോ വേവിച്ചതിൻ്റെ വെള്ളം മാറ്റി വെച്ചാൽ അതിൽ ഇട്ട് ചേർക്കാം. കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം ഓയിലി കുറച്ച് ചോറ് നല്ലതായിട്ട് വെക്കും. അപ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. കുറച്ച് നല്ല മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ പറ്റില്ല എന്ന് തോന്നിയാൽ എനിക്ക് കുറച്ചുകൂടെ, ഞങ്ങൾക്ക് സോയ സോസ് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലാക്കിഷ് കളറും കൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് അവസാനം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ നല്ല മിക്സ് ചെയ്യാം, എങ്കിലേ ചൂട് കയറുള്ളൂ ചോറിലേക്ക്. പക്ഷെ അടുക്കി പിടിക്കാണ്ട് നോക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കുക. എല്ലാം മിക്സായോ നോക്കണം എല്ലാ ഭാഗത്തുനിന്നും. ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് നൂഡിൽസിലും ചെയ്യാം കേട്ടോ. നൂഡിൽസിൽ ചെയ്യാം. ഹക്ക നൂഡിൽസ് വേവിച്ചിട്ട് ചോറിന് പകരം ഹക്ക നൂഡിൽസ്, അല്ലെങ്കിൽ മക്രോണി വേവിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ മക്രോണിയും ചെയ്യണം. ഏതും പക്ഷേ ആറണം കേട്ടോ. നൂഡിൽസ് ആയാലും മക്രോണി ആയാലും ചോറായാലും ആറിയിട്ടേ ചേർക്കാവുള്ളൂ. ഇനി ഇത് ലാസ്റ്റ് ഫൈനൽ ആഡ് ചെയ്യുന്നതാണ് സ്ക്രാമ്പിൾഡ് എഗ്ഗ്. അത് നല്ല കുറച്ച് കൂടുതലായിട്ട് എഗ്സ് കിടക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. അപ്പോൾ നന്നായിട്ട് എഗ്സ് ഇട്ടിട്ട് അതുപോലെ എഗ്സ് ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ നാസിഗോറിങ് നമുക്ക് 3 ഐറ്റം വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. പ്ലെയിൻ വൈറ്റ് റൈസ്, കുക്ക്ഡ് റൈസ്, അത് കഴിഞ്ഞ് ഹക്ക നൂഡിൽസ്, പിന്നെ മക്രോണി മറ്റേ വേറെ സ്പാഗറ്റി ഇങ്ങനെ കിട്ടുന്നതെല്ലാം ഇതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ എല്ലാം സെപ്പറേറ്റ് വേവിച്ചതൊന്നും ആറണം. വൈറ്റ് റൈസ് നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തോർന്ന് കിട്ടണം, ഡ്രൈ ആയിട്ട്. ചൂട് കയറിയോ നോക്കുക. എന്നിട്ട് ഇപ്പോൾ സെർവ് ചെയ്യാൻ സമയമായി, റെഡിയായി. നാസിഗോറിങ് ഇസ് റെഡി. Thank you for watching.